തിയേറ്ററുകൾ സിനിമാസ്വാദകർക്ക് സ്വർഗം തീർത്ത വർഷമാണ് കടന്നുപോയത്. OTT പ്ലാറ്റ്ഫോമുകളിലൂടെയും തിയേറ്ററുകളിലൂടെയും പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയത് വമ്പൻ താരചിത്രങ്ങൾക്കൊപ്പം വന്ന ഒരു കൂട്ടം നവാഗതരുടെ കന്നി ചിത്രങ്ങൾ കൂടിയാണ്. ആക്ഷൻ, ത്രില്ലർ, ഹൊറർ, കോമഡി, ഫീൽ ഗുഡ് തുടങ്ങിയ വിവിധ ജേണറുകളിലെത്തിയ സിനിമകൾ തിയേറ്ററുകളെ ഇളക്കിമറിച്ചു. കാമ്പുള്ള കഥകൾക്ക് പ്രേക്ഷകർ കൈയടിച്ചു. കരുത്തുറ്റ കഥാപാത്രങ്ങളെ അവർ നെഞ്ചിലേറ്റി. പ്രമേയം കൊണ്ടും അവതരണം കൊണ്ടും പുതുമകൾ നൽകി പ്രേക്ഷകരെയും മലയാള സിനിമയെയും ഒരുപോലെ ഞെട്ടിച്ചത് ഈ പുതുമുഖ സംവിധായകരാണ്. രോമാഞ്ചം, നെയ്മർ, പാച്ചവും അത്ഭുത വിളക്കും, മധുര മനോഹര മോഹം, ഇരട്ട, പ്രണയവിലാസം, കണ്ണൂർ സ്ക്വാഡ്, RDX, ഗരുഡൻ, ഫാലിമി, ശേഷം മൈക്കിൾ ഫാത്തിമ, ഫീനിക്സ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ കന്നി സിനിമയിൽ സംവിധാന മികവിലൂടെ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ പിടിച്ചിരുത്താൻ ഇവർക്ക് കഴിഞ്ഞു. ഏതൊരു തുടക്കക്കാരനും ആഗ്രഹിക്കുന്നത് പോലെ പടം ആവറേജ് വിജയത്തിലെത്താൻ മോഹിച്ചപ്പോൾ മിക്ക സിനിമകളും ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിൽ ഇടം നേടി. പുതുമുഖങ്ങളെ അണിനിരത്തി മിനിമം ബഡ്ജറ്റിൽ സംവിധാനം ചെയ്ത് ഈ വർഷത്തെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ അടിച്ച സിനിമയാണ് രോമാഞ്ചം. ഹൊറർ കോമഡി ആയിട്ടുള്ള കഥയ്ക്ക് മികച്ച ചലച്ചിത്രാവിഷ്കാരം നൽകിയ ജിത്തു മാധവൻ മാജിക്. സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനർ ആവാൻ കൊതിച്ചൊരു പെൺകുട്ടിയായിരുന്നു വയനാട്ടുകാരിയായ സ്റ്റെഫി സേവ്യർ. ആ ആഗ്രഹം അവളെ സിനിമയിലേക്ക് തന്നെ വഴികാട്ടി. സിനിമകളിലെ ടൈറ്റിലിൽ കോസ്റ്റ്യൂം ഡിസൈനർ സ്റ്റെഫി സേവ്യർ എന്ന കാലം എഴുതി ചേർത്തു. ഒടുവിൽ ഡിസൈനറിൽ നിന്നും സംവിധായികയുടെ വേഷവും അണിഞ്ഞു. പെൺകുട്ടികൾ കല്യാണപ്രായമായി നിൽക്കുന്ന ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലെ കഥ പറഞ്ഞെത്തിയ മധുര മനോഹര മുഖം മികച്ച പ്രതികരണങ്ങളാണ് നേടിയത്. പ്രേക്ഷകരെയും ബോക്സ് ഓഫീസിനെയും ഇളക്കിമറിച്ച ചിത്രമായിരുന്നു നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത RDX. നഹാസിന്റെ ആദ്യ ചിത്രമാണെങ്കിലും തഴക്കം വന്ന സംവിധായകന്റെ മികവ് RDXൽ കാണാമായിരുന്നു. RDX കണ്ട് കമൽഹാസനും വിജയുമെല്ലാം അഭിനന്ദനവുമായി എത്തി. ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്ത് സിനിമയിലേക്ക് എത്തിയ നിതീഷിന്റെ മികച്ചൊരു തുടക്കം തന്നെയായിരുന്നു ഫാലിമി. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഫാലിമി ബിഗ് സ്ക്രീനിലെത്തിയത്. ക്ലീഷേ ഹൊറർ സിനിമകളുടെ ചേരുവകളൊന്നുമില്ലാതെയുള്ള മേക്കിംഗ് ആണ് ഫീനിക്സിനെ വേറിട്ടതാക്കിയത്. ഒപ്പം വിഷ്ണു ഭരതൻ എന്ന മിടുക്കനായ സംവിധായകനെ കൂടി മലയാള സിനിമയ്ക്ക് ലഭിച്ചു. നെയ്മറിലൂടെ മലയാള സിനിമയുടെ പുത്തൻ പ്രതീക്ഷയായി മാറിയിരിക്കുകയാണ് സംവിധായകൻ സുധി മാഡിസൺ. കൊച്ചിയിൽ ജനിച്ചു വളർന്ന സുധി എഡിറ്റിംഗിലൂടെയാണ് സിനിമയെ അടുത്തിറങ്ങി തുടങ്ങിയത്. യുവതാരങ്ങളായ മാത്യുവിനും നെസലിനോടൊപ്പം നെയ്മർ എന്ന നായിക്ക് കൂടി ഫാൻസുകൾ ഉണ്ടായിരുന്ന കാലമായിരുന്നു അത്. ചെലമ്പച്ചി പാത്തുവിന്റെ സ്വപ്നങ്ങളുമായി എത്തിയ സംവിധായകനാണ് മനു C. കുമാർ. ഫുട്ബോൾ കമന്റേറ്റർ ആവാൻ കൊതിക്കുന്ന പെൺകുട്ടിയുടെ കഥ തന്നെയാണ് സിനിമയുടെ പുതുമ. സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള ഫാത്തിമയുടെ പ്രയാണം അതിഗംഭീരമായി ചിത്രീകരിക്കാൻ മനുവിന് കഴിഞ്ഞിട്ടുണ്ട്. 17 വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ കണ്ടൊരു സ്വപ്നമായിരുന്നു മനുവിന് സിനിമ. വർഷാവസാനമായപ്പോൾ സുരേഷ് ഗോപി, ബിജു മേനോൻ കൂട്ടുകെട്ടിൽ അസാധാരണമായൊരു ക്രൈം ത്രില്ലർ ഒരുക്കി പ്രേക്ഷകരെ ഞെട്ടിച്ച സംവിധായകനാണ് അരുൺ വർമ്മ. ആവർത്തിക്കപ്പെടുന്ന പാറ്റേണുകളിൽ നിന്ന് മറിച്ച് ചിന്തിച്ച് പ്രേക്ഷകരെ കൊണ്ട് കൈയടിപ്പിച്ച ചിത്രത്തിന്റെ തിരക്കഥ മിഥുൻ മാനുവൽ തോമസിന്റേതായിരുന്നു. ഗരുഡൻ നൽകിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അടുത്ത സിനിമയിലേക്കുള്ള യാത്രയിലാണ് അരുൺ. കാത്തിരുന്നാൽ നമ്മുടെ സമയവും വരുമെന്ന പോസിറ്റീവ് പ്രതീക്ഷയുടെ മികച്ച ഉദാഹരണമാണ് ഈ നവാഗത സംവിധായകർ. സിനിമയുടെ യാതൊരു പിൻബലവുമില്ലാതെ കഴിവുകൊണ്ട് ദൃഢനിശ്ചയം കൊണ്ട് മാത്രം സിനിമയെന്ന വലിയ ലോകത്തെ ആദ്യ പടം കൊണ്ട് തന്നെ കൈക്കുള്ളിലാക്കിയവർ. നടന്മാരുടെ പരിവേഷമില്ലാതെ സംവിധാനത്തിന്റെ മികവിൽ ആളുകൾ തിയേറ്ററുകളിലേക്ക് ഓടിക്കയറുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്.